Chuki got the sauce, bitch. അൺബോക്സിംഗ് വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് വ്യൂവേഴ്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു സ്ക്രീൻ ഡിമ്മിങ് ഇഷ്യൂ ഈ ഫോണിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇൻറ്റൻസീവ് ആയിട്ട് ഒരു ടെസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ക്രീൻ ഡിമ്മിങ് ഇഷ്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഫുൾ റിവ്യൂവും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോൻ്റെ അവസാനം വരെ കാണുക. ഈ വീഡിയോ നമ്മൾ ഫുൾ റിവ്യൂ വിത്ത് പ്രോസ് ആൻഡ് കോൺ ആണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് സുമി, ബിഹൈൻഡ് ദ ക്യാമറ നമുക്ക് കാർത്തികാണുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യുക നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട്. എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സസ് ടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാനൊരു കാര്യം ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോയിൽ ഞങ്ങളുടെ കയ്യിൽ ഫോണില്ല, അതുപോലെ തന്നെ ഞാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്, ഞാൻ വേറെ ആരുടെയോ വീഡിയോസ് എടുത്തിട്ടാണ് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ള Mi 11X ബോക്സ്. ഞാൻ ലാസ്റ്റ് ടൈം അൺബോക്സിങ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സെയിം ബോക്സാണ്. ഇനി വീഡിയോയിൽ നമ്മൾ കാണുന്ന ഹാൻഡ്സ്, അത് എത്ര പേര് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെൻ്റെ ഹസ്ബൻഡിൻ്റെ ആണ്. ആളാണ് ഒരുപാട് ടെസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആളുടെ ഹാൻഡ്സ് അതിൽ കാണുന്നത്. സോ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ടാണ് ഈ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്, അല്ലാതെ ഞങ്ങളുടെ അടുത്ത് ഫോൺ ഇല്ലാത്തതല്ല. ഇതാണ് ഫോൺ. അപ്പോൾ ഈ ക്ലാരിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ Mi 11Xനെ കുറിച്ചിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കംപ്ലീറ്റ് കോൺ ലിസ്റ്റിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതെ, സ്ക്രീൻ ഡിമ്മിങ് ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആണ് ഈ ഫോണിൻ്റെ. Mi 11Xൽ നമുക്ക് ഒരുപാട് മേജർ ഇഷ്യൂസ് വരുന്നുണ്ട്. ലൈക്ക് നമ്മുടെ സ്ക്രീൻ ഡിമ്മിങ്, കോൾ ക്വാളിറ്റി, സ്പീക്കർ ആൻഡ് മൈക്രോഫോൺ, ഹാപ്റ്റിക് ഫീഡ്ബാക്ക്, MIUIൻ്റെ ബഗ്സ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്ക്രീൻ ഡിമ്മിങ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഫുൾ ബ്രൈറ്റ്നസ്സിൽ വെച്ചിട്ട് ഗെയിംസ് കളിക്കുക, അതല്ലെങ്കിൽ ഹെവി ആപ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ക്രീൻ ബ്രൈറ്റ്നസ് റെഡ്യൂസ് ആവുക. ഇതിനെയാണ് നമ്മൾ സ്ക്രീൻ ഡിമ്മിങ് എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ്ലി നമ്മുടെ ഫോൺ ഹീറ്റ് ആവുന്ന സമയത്ത് അത് കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആ ബ്രൈറ്റ്നസ് റെഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഇതൊരു നല്ല ഫീച്ചറാണ്. പക്ഷേ ഇത് കൺട്രോൾ ചെയ്യാനോ അതുപോലെ തന്നെ ഇത് ടേൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾക്കില്ല. ഈ ഒരു കാര്യം നമ്മൾ PUBG ഗെയിമിലൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഫുൾ ബ്രൈറ്റ്നസ്സിലാണ് ഫോൺ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓട്ടോ ബ്രൈറ്റ്നസ് നമ്മൾ ടേൺ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗെയിമിംഗ് മോഡിലും നമ്മൾ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് PUBG ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സെറ്റിങ്സ് PUBG ഗ്രാഫിക്സ് വെച്ചിരിക്കുന്നത് HDRലും അതുപോലെ തന്നെ എക്സ്ട്രീം ഗ്രാഫിക്സിലുമാണ് വെച്ചിരിക്കുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ചെയ്ത് വന്ന് തുടങ്ങുന്നുണ്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ട്. അതിനുശേഷം നമ്മൾ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ ഓഫ് ചെയ്തിട്ടും ഈ സെയിം കാര്യം ട്രൈ ചെയ്ത് നോക്കി. ആ സമയത്തും സെയിം ഇഷ്യൂ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു സെയിം സെറ്റിങ്സിൽ നമുക്ക് 5 മിനിറ്റിന് പകരം 10 മിനിറ്റിലാണ് സ്ക്രീൻ ബ്രൈറ്റ്നസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇഷ്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട്. യെസ്, ഈ ഒരു ഇഷ്യൂ ഇപ്പോഴും ഇതിൽ പ്രസൻറ്റ് ആണ്. നമ്മൾ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നതിന് ശേഷമാണ് ഈ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സ്ക്രീൻ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 50% ഇടുന്ന സമയത്ത് ഗെയിം കളിക്കുമ്പോൾ ഈ ഒരു ഇഷ്യൂ ഒക്യുവർ ചെയ്യുന്നില്ല. ഫുൾ ബ്രൈറ്റ്നസ് ഇടുന്ന സമയത്ത് മാത്രമാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. ആ ഒരു കാര്യം ഗെയിമേഴ്സ് ഈ ഫോൺ വാങ്ങിക്കുന്നതിന് മുന്നൊന്ന് ഓർത്ത് വയ്ക്കുക. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് കോൾ ക്വാളിറ്റിയാണ്. കോൾ ക്വാളിറ്റി വളരെ മോശമാണ്. നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ലാഗായിട്ടും അതുപോലെ തന്നെ ഫ്രീക്വൻ്റ്ലി ബ്രേക്ക് ആയിട്ടുമാണ് നമുക്ക് കേൾക്കുന്നത്. ഇയർ പീസിൻ്റെ ക്വാളിറ്റി വരെ വളരെ മോശമാണ്. ഇതിപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ യൂണിറ്റിൻ്റെ മാത്രം ഇഷ്യൂ ആണോ അതോ മൊത്തത്തിൽ Mi 11Xൻ്റെ ഇഷ്യൂ ആണോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷെ എന്നാലും ഞാൻ നോട്ട് ചെയ്തൊരു പോയിൻ്റാണത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലൗഡാണ്, പക്ഷേ ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ലൗഡ് സൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് നോയ്സ് ആയിട്ടാണ് കേൾക്കുന്നത്, മ്യൂസിക് ആയിട്ട് കേൾക്കുന്നതിനേക്കാളും കൂടുതൽ. കൺസിഡർ ചെയ്യാൻ നിങ്ങളിപ്പോൾ ഒരു കോൾ വന്നു, നിങ്ങൾ ഇയർ പീസ് കേടാണ്, അതിന് പകരം നിങ്ങൾ ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് ആ ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ അത് വട്ടായിപ്പോവും. ഹലോ 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 എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഈ ഫോണിൽ നമുക്ക് മെയിൻ ഫീച്ചേഴ്സ് ആയിട്ടുള്ള കോൾ ക്വാളിറ്റി, സ്റ്റീരിയോ സ്പീക്കേഴ്സ് അല്ലെങ്കിൽ ഡിസ്പ്ലേൻ്റെ ബ്രൈറ്റ്നസ് ഒന്നും തന്നെ അവർ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടില്ല. നമ്മുടെ നാലാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഹാപ്റ്റിക് ഫീഡ്ബാക്കിലുള്ള വൈബ്രേഷനാണ്. ഹാപ്റ്റിക് ഫീഡ്ബാക്കിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ നല്ലതാണ്, നന്നായിട്ട് തന്നെ അത് വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താണ് ഇഷ്യൂ? അതെപ്പോഴും വർക്ക് ചെയ്യത്തില്ല. ചില സമയത്ത് ചീപ്പായിട്ടുള്ള വൈബ്രേഷനാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. നമ്മളുടെ Mi കീബോർഡ് അല്ലെങ്കിൽ Gboard യൂസ് ചെയ്യുന്ന സമയത്ത് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് വളരെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്ലെക്സിൻ്റെ കീബോർഡാണ്. ആ സമയത്ത് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് വർക്ക് ചെയ്യുന്നില്ല.
അപ്പോൾ നിങ്ങൾ ഓർത്തേക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എപ്പോഴും വർക്ക് ചെയ്യില്ല. അത് നമ്മുടെ എക്സ്പീരിയൻസിനെ വല്ലാതെ റൂയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ MIUI. നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള MIUI 12 വെർഷൻ്റെ എല്ലാ ബഗ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻസ് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന ഒരു കാര്യമാണ്. അത് തന്നെ വളരെ മോശമാണ്. നമ്മുടെ വാട്സപ്പ് മെസ്സേജസ് ഒക്കെ ഓരോരുത്തരുടെ മെസ്സേജും ഓരോ നോട്ടിഫിക്കേഷൻസ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. അതൊരിക്കലും ഗ്രൂപ്പ് ആവുന്നില്ല. ഈ സെയിം ഇഷ്യൂ നമ്മൾ വേറെ ആപ്സിൽ നമുക്ക് കാണുന്നുണ്ട്. ഞാൻ ഓൺലൈൻ റീഡ് ചെയ്തതനുസരിച്ചിട്ട് നമ്മളുടെ 12.5 വെർഷൻ വരുന്ന സമയത്ത് ഈ ഒരു ഇഷ്യൂസ് എല്ലാം സോൾവ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൽ നമുക്ക് ആ ഒരു അപ്ഡേറ്റ് വരും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇഷ്യൂസ് ലൈക്ക് നമ്മുടെ സ്പീക്കർ ഒഴിച്ച് ബാക്കി എല്ലാ ഇഷ്യൂസും നമ്മളൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്ന സമയത്ത് സോൾവ് ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ്. അപ്പോൾ അതൊരു വലിയ ലിസ്റ്റായിരുന്നു നമ്മുടെ Mi 11Xൻ്റെ കോൺസിൻ്റെ. അപ്പോൾ നമ്മൾക്ക് ഇനി പ്രോസ് എല്ലാം ലിസ്റ്റ് ഡൗൺ ചെയ്യാം. നല്ലൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല പെർഫോമൻസ് ആണ്, ബാറ്ററി ആൻഡ് ചാർജിങ് വളരെ നല്ലതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്പ്ലേൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ നമുക്ക് 6.67 ഇഞ്ച് 120 ഹെർട്സിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ബ്രൈറ്റ്നസ് വളരെ നല്ലതാണ്. അതിനോടൊപ്പം തന്നെ ഹൈ റീഫ്രഷ് റേറ്റും AMOLEDയും ഉള്ളത് കൊണ്ട് തന്നെ അത് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഫോണിലെ കളേഴ്സ് വളരെ നല്ലതാണ്. ഇതിൽ വീഡിയോസ് കാണാമെന്ന് പറയുന്നത് വളരെ നല്ലൊരു രസമുള്ള ഒരു കാര്യമാണ്. ഈ ഫോണിൽ നമ്മൾ HDR സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വൈഡ് വൈൻ L1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീൻ ടിമ്മിങ് ഇഷ്യൂ ഒഴിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേ എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. അടുത്തത് നമ്മുടെ പെർഫോമൻസ് ആണ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ പെർഫോമൻസ് എന്ന് പറയുന്നത് സിംപ്ലി എക്സലൻ്റ് ആണ്. നമ്മൾ ഹെവി ഗെയിംസ് കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഹെവി ആപ്സ് യൂസ് ചെയ്യുന്ന സമയത്തോ ഒരു ചെറിയ ലാഗോ ഒരു ചെറിയൊരു ഷട്ടറും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഫ്രെയിം റേറ്റ് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആണ്. ഫോൺ ചെറുതായിട്ട് ഹീറ്റ് ചെയ്യുന്നുണ്ട് എപ്പോഴത്തെയും പോലെ തന്നെ, പക്ഷേ അതിൻ്റെ ബ്രൈറ്റ്നസ് റെഡ്യൂസ് ചെയ്തിട്ട് ആ ഒരു ഹീറ്റ്നെസ് റെഡ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് നമ്മൾ 50% ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫോമൻസിന് ഒരു ഇഷ്യൂവും വരുന്നില്ല. റാം മാനേജ്മെൻറ്റും ഇതിൽ വളരെ നല്ലതാണ്. നമ്മുടെ മൂന്നാമത്തെ പ്രോ എന്ന് പറയുന്നത് അതിൻ്റെ ബാറ്ററിയാണ്. നമുക്ക് ഈ ഒരു ഫോണിൽ 4500 mAhൻ്റെ ബാറ്ററിയാണ് കിട്ടുന്നത്. ഞാൻ 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആക്കി വെച്ചിട്ട് ഹെവി ഗെയിംസ് കളിച്ച സമയത്ത് പോലും എനിക്ക് മിനിമം 6 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊരു നല്ല സ്കോറാണ്. നമുക്ക് ഒരു നോർമൽ യൂസേജിന് ഒരു ദിവസം ഒരു തവണ ചാർജ് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഫോൺ ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ചാർജർ എന്ന് പറയുന്നത് 33 വാട്ടിൻ്റെ ചാർജറാണ്. അതിൽ നമുക്ക് ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട് 55 minutes ആണ് എടുക്കുന്നത്. അതും ഒരു നല്ല സ്കോറാണ്. അപ്പോൾ നമ്മുടെ ക്യാമറയുടെ സെക്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ ഫോണിൻ്റെ വിഡ്ത്ത് കുറച്ച് വലുതാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു. ഈ ഫോണിൽ നമുക്ക് 3.5mm ജാക്കില്ല, SD കാർഡ് സ്ലോട്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ 256ൻ്റെ ഓപ്ഷനും അവർ കൊടുത്തിട്ടില്ല. ഫോണിൻ്റെ ഫ്രെയിം വന്നിട്ട് പ്ലാസ്റ്റിക് ഫ്രെയിമാണ്, പക്ഷേ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. നമുക്ക് IP53 റേറ്റിംഗ് അവർ കൊടുത്തിട്ടുണ്ട് സ്പ്ലാഷ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോൺ വാങ്ങിക്കുന്നതിന് മുന്നേ ഓർത്ത് വയ്ക്കാം. അപ്പോൾ നമുക്കിനി ക്യാമറയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോണിൽ 48 മെഗാപിക്സലിൻ്റെ IMX 582 മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡും 5 മെഗാപിക്സലിൻ്റെ ടെലിമാക്രോ ക്യാമറയാണ് വന്നിട്ടുള്ളത്. 20 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട്. ഇനി എന്നെ സർപ്രൈസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ക്യാമറയിൽ നിന്ന് വരുന്ന ഡേ ലൈറ്റ് സാമ്പിൾസ് ആണ്. നല്ല ഡീറ്റെയിൽസ് വരുന്നുണ്ട്, കളർ നല്ലതാണ്, കോൺട്രാസ്റ്റ് നല്ലതാണ്. നൈറ്റ് മോഡിലാണെന്നുണ്ടെങ്കിലും നമുക്ക് വരുന്ന ലോ ലൈറ്റ് ഫോട്ടോസ് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഈ സാമ്പിൾസ് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇനി നമ്മളുടെ ഹ്യൂമൻ സ്കിൻ ടോൺസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമ്മളുടെ സബ്ജക്റ്റിൻ്റെ സെയിം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പോർട്രേറ്റ്സ് വളരെ നല്ലതാണ്. നമ്മൾക്ക് ചില സമയത്ത് ഫോണ് സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള ബ്ലറിന് കുറച്ചൊരു ഇഷ്യൂ വരുന്നുണ്ട്. സെൽഫീസ് ഓക്കെയാണ്, അത്രയ്ക്ക് നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ യൂസബിൾ ആണ്. സെൽഫി പോർട്രേറ്റ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൽഫി പോർട്രേറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് അൾട്രാ വൈഡിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേ ലൈറ്റിലുള്ള അൾട്രാ വൈഡ് ഷോട്ട്സ് നല്ലതാണ്, പക്ഷേ ഡീറ്റെയിൽസ് വളരെ മോശമാണ്. നമ്മൾ ലോ ലൈറ്റിലാണെന്നുണ്ടെങ്കിൽ നൈറ്റ് മോഡ് എനേബിൾ ആയിട്ട് പോലും നമുക്ക് ഡീറ്റെയിൽസ് വളരെ മോശമായിട്ടാണ് അൾട്രാ വൈഡ് ഫോട്ടോസ് വരുന്നത്. അടുത്തത് നമുക്ക് വരുന്നത് 5 മെഗാപിക്സലിൽ ടെലിമാക്രോ ക്യാമറയാണ്. ഇത് എന്നെ വളരെ സർപ്രൈസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് വളരെ നല്ലതാണ്. നമ്മൾ ക്ലോസപ്പിൽ ഷോട്ട്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഫോണിൽ 4K 60 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻസർ IMX 582 ആയതുകൊണ്ട്. ഇനി നമുക്ക് 1080p 60 FPS ഡേ ലൈറ്റ് സാമ്പിൾസ് കാണാം. ഇത് നമ്മുടെ മെയിൻ ക്യാമറയിൽ നിന്ന് വരുന്ന സാമ്പിൾസ് പോലെ തന്നെ വളരെ നല്ല ക്വാളിറ്റിയാണ് അവർ കൊടുത്തിട്ടുള്ളത്. അൾട്രാ വൈഡിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസിൻ്റെ ഡീറ്റെയിൽസ് വളരെ മോശമാണ്. നമ്മുടെ ഫോട്ടോസിന് സിമിലർ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആവറേജ് ക്യാമറയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ മെയിൻ ക്യാമറേൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഡേ ലൈറ്റിലും അതുപോലെ തന്നെ നൈറ്റിലും വളരെ നല്ലതാണ്.
അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ Mi 11Xും അതുപോലെ തന്നെ റെഡ്മി നോട്ട് 10 പ്രോ മാക്സിൻ്റെ 108 മെഗാ പിക്സലിൻ്റെ ക്യാമറയും തമ്മിലുള്ള ക്യാമറ കമ്പാരിസൺ ആണ്. നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിരിക്കും ആ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ Mi 11Xൻ്റെ ഫുൾ റിവ്യൂ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യുക ഫോൺ വാങ്ങിക്കുന്നതിന് മുൻപ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യുക നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.